കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ത്രിത്വ ഞായർ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ട്രിനിറ്റി സൺഡേ. ട്രിനിറ്റി, കമ്മ്യൂണിറ്റി ഓഫ് ലവ്, അതാണ് ഇന്നത്തെ തീം. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 1 മുതൽ 3 വാക്യങ്ങളാണ് നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ നാം വായിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവിന് പാതി ഒരുക്കുവാൻ മുന്നോടിയായി കടന്നു വന്ന ആളായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ്റെ വരവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യെശയ്യാ പ്രവാചകൻ ആ വരവിനെപ്പറ്റി പ്രവചിച്ചിരുന്നു. അതാണ് നാം ആദ്യം വായിക്കുന്നത്. തുടർന്ന് യോഹന്നാൻ്റെ പ്രസംഗം. അവിടെ മരുഭൂമിയിൽ, ആ മരുഭൂപ്രദേശത്ത് ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിയുവീൻ, മാനസാന്തരപ്പെടുവീൻ, പാപങ്ങൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തര സ്നാനം സ്വീകരിക്കുകയും. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ടവർ മാനസാന്തര സ്നാനം സ്വീകരിക്കുവാൻ യോർദാൻ നദിയിൽ യോഹന്നാൻ്റെ അടുക്കൽ വന്നുകൂടി. അവരെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതാ യേശു കടന്നു വരുന്നു. യേശുവും യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. ഇവിടെ ഒരു വലിയ സംഭവം നടന്നു. യേശു സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ അവിടെ പരിശുദ്ധ ത്രിത്വം വെളിപ്പെട്ടു. അതായത് പരിശുദ്ധ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി ആവസിച്ചു. സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ ശബ്ദവും കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നതായിരുന്നു ആ ശബ്ദം. അവിടെ കൂടി നിന്നവരെല്ലാം അത് കേട്ടു. നമുക്ക് വായിക്കാം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക്, ചാപ്റ്റർ 1, വേഴ്സസ് 1-11. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവൻ്റെ അടുക്കൽ യഹൂദ്യദേശമൊക്കെയും യെരുശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ഏറ്റു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വരുന്നു. അതായത് യേശുക്രിസ്തു വരുന്നു എന്ന് വിളിച്ചു പറയുവാൻ, അവന് വഴിയൊരുക്കുവാൻ അവൻ്റെ മുന്നോടിയായി വന്നവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ.
അവൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നിലും ബലവാനാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഞാനാകട്ടെ നിങ്ങളെ വെള്ളത്തിലാണ് സ്നാനം കഴിപ്പിക്കുന്നത്, അവനാകട്ടെ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. After me will come one more powerful than I, the thongs of whose sandals I am not worthy to stoop down and untie. I baptize you with water, but he will baptize you with the Holy Spirit. ഇത് കേട്ട ജനം വിചാരിച്ചു, ആരായിരിക്കും ആ വ്യക്തി? എങ്ങനെയായിരിക്കും ആ വ്യക്തി ആയിരിക്കുക? എങ്ങനെയായിരിക്കും ആ വ്യക്തി ഇടപെടുക? അവരെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ സ്നാപകനാണ് ബലവാൻ. അവൻ്റെ വേഷവിധാനവും ഭക്ഷണരീതികളും പോലെ തന്നെ അവൻ്റെ പ്രസംഗവും പരുക്കനാണ്, റഫാണ്, ടഫാണ്. വളരെ കാർക്കശ്യമായിരുന്നു അവൻ്റെ പ്രസംഗശൈലി. നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് എന്ന്. യോഹന്നാനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എത്രമാത്രം പരുക്കനായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത്. റഫ് ആൻഡ് ടഫ്. ഇത് കേട്ട ജനം പേടിച്ചു പോയി. ഈ ജനം ചോദിക്കുകയാണ്, എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജ്ജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. പേടിച്ചരണ്ടുപോയ ആൾക്കാർ വന്ന് യോഹന്നാൻ സ്നാപകനോട് ചോദിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ അങ്ങനെ പ്രസംഗിച്ചത് അവരുടെ പാപങ്ങളെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ വേണ്ടിയാണ്. മാനസാന്തര സ്നാനമേൽക്കുവാനാണ്. മാനസാന്തരമുള്ള ഒരു ജനതയായി അവർ തീരണം, പാപത്തെ വിട്ടോടണം. അതിനായിട്ടാണ് ഇത്രമാത്രം റഫായിട്ട് പരുക്കനായിട്ട് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു എന്ന്, അവൻ എന്നിലും ബലവാനാകുന്നു എന്ന്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ വ്യക്തി ആരാണെന്നാണ് ഇന്നത്തെ വചനപാഠം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവനാണ് ത്രിയേക ദൈവം. ദൈവത്വത്തിലുള്ള ആ 3 വ്യത്യസ്തരായ ആളുകൾ, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം സാരാംശത്തിൽ ഒന്നായിരിക്കുന്നു. അവർ അധികാര ശ്രേണിയിലല്ല. ഇവിടെ ഹൈറാർക്കിയില്ല. അവർ സമനിത്യരാണ്, സമതുല്യരാണ്, സമസാരാംശമുള്ളവരാണ്.
They share the same divine nature and are not subordinate to one another. എന്താണ് കാരണം? സ്നേഹമാണ് അതിൻ്റെ കാരണം. ട്രയോണിറ്റി, കമ്മ്യൂണിറ്റി ഓഫ് ലവ്. സ്നേഹത്തിലാണ് അവർ ബന്ധിതരായിരിക്കുന്നത്. ത്രിയേക ദൈവം ഏക സാരാംശത്തിലായിരിക്കുന്നു. ശക്തി അധികാരങ്ങളിൽ ഏകമായിരിക്കുന്നു, തുല്യരായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. God's love has been poured out into our hearts through the Holy Spirit who was given to us. അതിനാൽ നമ്മുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. We take baptism in water as a response to God from a good, clear and clean conscience. It is effective to us because of the resurrection of Jesus Christ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം സർവശക്തിമാനാണ്, കരുണാമയനാണ്, സ്നേഹനിധിയാണ്. ദൈവമേ, വിശുദ്ധൻ നീ മാത്രം. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഭൂസ്വർഗങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. വിശുദ്ധന്മാർ അങ്ങയെ ആരാധിക്കുന്നു. അവർ തങ്ങളുടെ കിരീടങ്ങൾ അങ്ങയുടെ കാൽക്കൽ വീഴ്ത്തുന്നു. കെരൂബുകളും സറാഫുകളും പാടി സ്തുതിക്കുന്ന ഈ ത്രിയേക ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹോളി, 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 ലോർഡ് ഗോഡ് ഓൾമൈറ്റി. Holy, holy,